ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്ന ഡ്രാഗൺ ബോൾ ക്ലാസിക്കിൻ്റെ എപ്പിസോഡ് 3 ആണ്. മുമ്പുള്ള എപ്പിസോഡ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നടത്തിയ കണക്ക് തന്നെ അവർ ആ വില്ലൻ ചെറുക്കം കൊടുത്ത ആ ഒരു കാറിനകത്ത് 3 പേരും കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ പറയുന്നത്, അതിൻ്റെ പറയുന്നത് അടുത്തായിട്ട് നമുക്ക് പോകേണ്ടത് ഓക്സ്ലിംഗ് കിങ്ങിൻ്റെ കൊട്ടാരത്തിലാണെന്ന്. അപ്പം തന്നെ പറയുന്നുണ്ട്, ഓക്സ്ലിംഗ് കിങ് വലിയൊരു ആളാണ്, അയാൾക്ക് തീ കൊടാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതായിട്ട് ബുൽമളയാണ്, അതൊക്കെ വേറെ അന്ധവിശ്വാസമാണ്, നീ അതൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഗോകും അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം പറയും, അവിടെ ഒരു സൂര്യാസ്തമയം ഞാൻ കാണുന്നുണ്ടെന്ന് പറയും. ഇപ്പം എനിക്കത് കാണാൻ പറ്റുന്നതിന് നന്ദി എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ബുൽമ ചോദിക്കും, സൂര്യാസ്തമയം ഈ പട്ടാപ്പകൽ ഒന്ന് ചോദിച്ചാൽ അതിശയപ്പെട്ട് നോക്കുമ്പോഴാണ് അവിടെ വലിയൊരു തീ കത്തിയിരിക്കുകയാണ് ഒരിടത്ത് മാത്രം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വാൽക്കാരൻ പോലെയായിരുന്നു. അപ്പം പുറകിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഹാംസം വില്ലൻ പുറകെ തന്നെ വരുന്നുണ്ട്. അവൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് അവരെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി അവർ പോകുന്നത് ഓക്സ്ലിംഗ് കിങ്ങിൻ്റെ അടുത്താണ്. അവൻ്റെ കൈ കൊണ്ട് തന്നെ ഗോകു ചത്തോളൂ എന്ന് പറഞ്ഞ് അവന്ന് വെറുതെ ഒരു ചിന്തിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ശിവവുമായി അതുവഴി നടന്നു പോവാണ്. അപ്പം തന്നെ പിലാസയെ വിളിച്ചോടെ, പിലാസ എടുത്തെന്ന് പറയും, ഞങ്ങളെ പ്ലാൻ ഫെയിലായെന്ന് പറയും. കുഴപ്പമില്ല, നിങ്ങളിങ്ങോട്ട് വന്നേ, നിങ്ങൾക്ക് വേണ്ടി ഒരു പണിഷ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവൻ ഒരു ബട്ടനെ പിടിച്ചങ്ങ് നിൽക്കുകയാണ്. അപ്പം തന്നെ അങ്ങ് മണ്ടേന്ന് കുറേ കൈക്ക് വന്നതിന് ശേഷം അവരെ പിടിച്ചങ്ങ് മണ്ടയിലോട്ട് കൊണ്ടുവന്ന് ഇടിവെട്ടത്തില്ല, ഇടിക്കകത്ത് കൊണ്ടുവന്നങ്ങ് ഇടുവാണ്, ഇടിമിന്നെ ലയിപ്പിക്കുകയാണ് അവരെ മണ്ടയിലോട്ട്. അതിൽ നിന്നാണ് പിലാസയ്ക്ക് അറിയാതെ കൊള്ളുന്നുണ്ട്. ശേഷം നോക്കുകയാണെങ്കിൽ അവർ ആ കാറിനകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഒരു മല തന്നെ കത്തുന്നതാണ് കാണും. അതിനുശേഷം പറയും, നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ട് കാണും ഉലോമിൻ്റെ കൊട്ടാരം, കിങ്ങിൻ്റെ കൊട്ടാരം എന്ന് പറയുകയാണ്. അതിനുശേഷം പറയാണ്, അയ്യോ ഇതെങ്ങനെ അങ്ങനെ കത്തുന്നതെന്ന് വിളിമയിക്കുകയാണ്. അതൊരു മന്ത്രവാദിയെ കൊണ്ട് അവൻ്റെ കൊട്ടാരം സംരക്ഷിക്കാൻ വേണ്ടി അവൻ ചെയ്തതാന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് പോവുക, നമുക്കിവിടെ നിന്ന് എസ്കേപ്പ് ആവാമെന്ന് പറയുന്നുണ്ട്. എല്ലാ പ്രാവശ്യത്തെ പോലെ ഗോകുവിനെ നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല, അവൻ ആ തീക്കകത്ത് നമ്മൾ പെട്ട് കരിഞ്ഞു കൂടി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, നമ്മളിവിടെ ഗോകുണ്ട്, ഗോകുവിന് എത്രത്തോളം പവർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ട്. അവൻ്റെ മുത്തശ്ശൻ അവന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയും. എന്നുവെച്ചാൽ ഗോകും പറയും, എൻ്റെ മുത്തശ്ശൻ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതിനുവേണ്ടിയുള്ള മാർഷൽ ആർട്ട് മൂവുകളും അതെങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ കാണിച്ചിരുന്നു. അപ്പം തന്നെ ആ തീയുടെ അകത്തോട്ടൊന്ന് നോക്കുകയാണ്. ഭയങ്കര വലിയ തീ എന്ന് വെച്ചാൽ ഭയങ്കര വലിയ തീയാണ് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തന്നെ ഊലാൻ പറയും, നിൻ്റെ മുത്തശ്ശൻ നിനക്ക് ഏതൊക്കെയോ മൂവ്സൊക്കെ പഠിപ്പിച്ചു തന്നിട്ട്, പക്ഷേ എൻ്റെ മുത്തശ്ശൻ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് കാർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങും. പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൊതിയുണ്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി അങ്ങ് പോവുകയാണ്. ഗോഗു പറയുന്നുണ്ട്, ഞാൻ മാർഷൽ ആർട്ട് വെച്ച് എല്ലാവരെയും രക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, എനിക്കയ്യ നിങ്ങളോട് അവിടെ ഇനി ചാവാനെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വണ്ടി റിവേഴ്സ് എടുത്തുകൊണ്ട് ഓടുകയാണ്. അപ്പം തന്നെ നമ്മുടെ പുൽമ വിളിക്കുന്നത് പന്നി എന്ന് വിളിക്കുകയാണ് ഉറക്കെ. അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. ഊലാവുമ്പോൾ വണ്ടി നിർത്തി ഇറങ്ങി കാട്ടിലോട്ട് ഒറ്റ മനസ്സിലായാലോ. അപ്പം തന്നെ നമ്മുടെ ഹാംസം പോയി അവിടെ നിന്ന് നോക്കുകയാണ്. അവൻ്റെ റാബിറ്റ് പറയാണ്, അവരെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തണം, എന്തായാലും ഓക്സിജൻ കിങ് ഭയങ്കര തന്നെയാണ്, അവൻ്റെ കൈ കൊണ്ട് തന്നെ അവൻ വഹിക്കും, അതിനുശേഷം ബാക്കിയുള്ള ഡ്രാഗൺ ബോൾസ് നമുക്ക് എടുക്കാമെന്ന് പറയും. അപ്പം തന്നെ നോക്കുകയാണെങ്കിൽ അപ്പുറത്ത് അവയുടെ സമീപത്തൂടെ ഒരു ഡ്രാഗൻ ഒരു പെങ്കൊച്ചിനെ ഓടിച്ചുകൊണ്ടിരുന്നാണ് കാണിക്കും. ആ പെങ്കൊച്ചിൻ്റെ തല ഇരിക്കുന്ന ഒരു ആയുധം കൊണ്ട് ആ ഡ്രാഗനെ വെട്ടി അങ്ങനെയാണ്. അപ്പം തന്നെ നമ്മുടെ ഹാംസം വില്ല അങ്ങോട്ട് വരുവാണ്. ഹാംസം വില്ലനെ ആ പെങ്കൊച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഹാംസം വില്ല ഒറ്റയടിക്ക് അവളെ ബോധം കെടുത്തി അങ്ങോട്ട്. എന്നിട്ട് ആ റാബിറ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്കെന്താ ഇപ്പം ആ ക്യൂട്ടായ പെണ്ണിനെ കണ്ടതിന് ശേഷം സ്റ്റക്കാവാനേന്ന് ചോദിക്കും. അപ്പം പറയുന്നുണ്ട്, എനിക്ക് അഡിൽസായിട്ടുള്ള ലേഡീസിനെ കണ്ടാൽ മാത്രമേ സ്റ്റക്കാവത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ഊലോമൊക്കെ ബുൽമയുടെ അടുത്തോട്ടൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ശേഷം പറയാണ്, അവനെ നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഗോഗു ആണെങ്കിൽ അവിടെ നോക്കിയതിന് ശേഷം പറയും, ആ ക്ലൗഡിനകത്ത് കയറിയതിന് ശേഷം നിങ്ങൾക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചു ക്ലൗഡിനകത്ത് കയറിയതിന് ശേഷം അവനെ പറത്തി വിടാണ് ബുൽമ. അപ്പോൾ പോയതേ ഓർമ്മയുള്ളൂ. ഗോഗു അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വന്ന് അവിടെ വെള്ളത്തിൽ വീഴുവാണ്. നമ്മുടെയാണ്, എന്നെ എന്തോ ഈ ശക്തി അവിടുന്ന് വലിച്ചെറിഞ്ഞ പോലെ എനിക്ക് തോന്നിയെന്നുണ്ട്. അപ്പം തന്നെ അവിടോട്ട് ഒരു ആക്സും പിടിച്ചുകൊണ്ട് ഒരാൾ വന്നിരിക്കും. നിങ്ങളാരാ, എൻ്റെ നീതി മോഷ്ടിക്കാൻ വേണ്ടി എന്ന കൊള്ളക്കാരാണെന്ന് നിങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് വരും. അതാണ് ഓക്സിജൻ കിങ്. ഇത്രയും നേരം അവർ പേടിച്ചുകൊണ്ടിരുന്നത്. ഓക്സിജൻ കിങ് വന്നതിന് ശേഷം ഇരിക്കും, നിങ്ങളെൻ്റെ നീതി മോഷ്ടിക്കാൻ വന്ന കൊള്ളക്കാരാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് എൻ്റെ നിധി വേണോ? ഇല്ല. എന്ത് നിധി? എവിടുത്തെ നിധി? എനിക്ക് ഇവിടെ കൊട്ടാരം ഉള്ളതുപോലെ പറഞ്ഞുകൂടാ, ഞങ്ങൾ വരിയേറ്റി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം മുൻപേ അതിനെ അനുകൂലിച്ച് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ നിധിയുടെ കാര്യമൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇവിടെ ആരാ നിധി, നിങ്ങളാരാ എന്നൊക്കെ ചോദിച്ചാൽ അറിയാത്ത മറ്റും ഭാവത്തി അവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ശരിക്കും നിധി തപ്പി വന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആക്ഷൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഗോഗു അങ്ങോട്ട് വരുന്നത്.
ഗോകു എന്ന് അന്വേഷിച്ച് പറയും അവിടെ എന്തോ ശക്തി ഉണ്ട്, അതിന് തെളിയിരുന്നുണ്ട്, ആ ഡ്രാഗൺ ബോൾ നമുക്ക് കരസ്ഥാക്കാൻ പറ്റുന്നത്. ഇതും കൂടെ കേട്ടതോടെ ഓക്സിലിൻ കിങ് പറയാണ് നിങ്ങളെൻ്റെ നിധി മോഷ്ടിക്കുമെന്ന കൊള്ളക്കാരി തന്നെ, എനിക്ക് ഉറപ്പായി, നിങ്ങളെ ഞാൻ ഇപ്പോൾ കൊല്ലൂന്ന് പറയും. അപ്പം ഗോകു പറയുന്നുണ്ട് ആദ്യം നീയൊക്കെ എന്നെ കൊല്ലാൻ പറ്റുമെന്ന് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗോകുവിനെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് ഫൈറ്റ് അടക്കമാണ് ഗോകു ഓക്സിലിൻ കിങ്. അവന് പെട്ടെന്ന് ചാടി നടന്നതിന് ശേഷം ഗോകുവിൻ്റെ ഒറ്റ ഇടിയോലും അവന് കേൾക്കുന്നില്ല. പെട്ടെന്നാണ് ഗോകുവിനൊരു ഒരു ഐഡിയ വന്നത്. അവൻ്റെ ക്ലൗഡിനകത്ത് കയറിയതിന് ശേഷം അവൻ്റെ ആ ഒരു ഓക്സിജൻ്റെ ചുറ്റും കിടന്ന് കറങ്ങാൻ തുടങ്ങുകയാണ്, വട്ടത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവൻ്റെ തലയ്ക്ക് എന്നൊറ്റ ഇടിയും കൊടുക്കുകയാണ്. അതോടെ അവനൊരു ബോധോദയം വരും. അപ്പോൾ ആ ഓക്സിജൻ നോക്കും ഈ ക്ലൗഡ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അവൻ നോക്കിയിട്ട് പറയാണ് ഈ ക്ലൗഡ് ആരുടെയാണ്, നീയൊക്കെ ആരുടെ അടുത്തുനിന്ന് ഇത് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം പറയും ഇതെനിക്കൊരു മുത്തശ്ശനെ തന്നത്, അയാൾ ഞങ്ങൾക്ക് ഇത് സമ്മാനമായിട്ട് തന്നെയാണ്, അയാൾക്ക് ഒരു സഹായം ചെയ്ത് കൊടുത്തവരെന്ന് പറയുന്നത്. എന്ത് അത് മാസ്റ്റർ റോഷി അന്ന് ഞങ്ങൾക്ക് നിന്ന അയാളെ എനിക്കറിയാം, അയാൾ എവിടെ ഉണ്ട്. അപ്പം ഉൽമേറ്റെന്ന് പറയാണ്. അപ്പോൾ പറയാണ് അയാളത്തോളം ആ ഡ്രാഗൺ ബോൾ എടുത്ത് തന്നെ നമുക്ക് റോഷിയുടെ വീട് കാണിച്ചു കൊടുക്കാമെന്നു പറയാം. എങ്കിൽ ശരി, ഞാൻ നിന്നേക്ക് റോഷി കിട്ടി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് ചാടുന്നുണ്ട്. അപ്പം തന്നെ ഗോകു അവിടെ തലയ്ക്ക് കൈ കൊടുത്ത് അവിടെ കാണാം. അപ്പം തന്നെ ഓക്സിജൻ കിങ് വേറെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുകയാണ്. ശേഷം വന്ന് പറയാണ് ഈ സ്റ്റിക്ക് ഗോഹാൻ്റെ അല്ലേ, നീ ആരാണ്, ഗോഹാൻ്റെ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം പറയും. അപ്പം തന്നെ അവിടുന്ന് ഹാംസം വില്യം വയ്ക്കും ഇവർ രണ്ട് ഫ്രണ്ടായെന്നാണ് ഒന്ന്. അപ്പം തന്നെ നോക്കുമ്പോൾ പറയും അവനോട് ഞാൻ കുറച്ച് അടുപ്പം കാണിക്കേണ്ടുള്ള എന്ന് വിളിമ വിചാരിക്കും. അപ്പം തന്നെ അത് ഗോഹ മുത്തശ്ശൻ്റെ അല്ലേ, ഇത് ഞങ്ങൾ കൊച്ചുകാളി എത്ര കടിയുണ്ടാക്കിയിട്ടുണ്ടെന്നറിയാമോ ഈ സ്റ്റിക്ക് വെച്ച്, ഭയങ്കര കളിയായി ഞാനും ഗോഹാനിക്ക. അപ്പം നിങ്ങൾക്ക് എൻ്റെ മുത്തശ്ശനെ അറിയാമോ, അതെൻ്റെ മുത്തശ്ശനാണ് ഗോഹാൻ മുത്തശ്ശൻ, അദ്ദേഹമാണ് എനിക്ക് മാർഷൽ ആർട്ടൊക്കെ പഠിപ്പിച്ചു തന്നത്, ഈ സ്റ്റിക്ക് എനിക്ക് അദ്ദേഹമാണ് തന്നത്. നിങ്ങൾക്ക് ഞാൻ റോഷിയുടെ വീട്ടിലോട്ട് വന്ന വരി കാണിച്ചാണെങ്കിൽ ഇതുപോലത്തെ ഒരു വാൾ നിങ്ങളൊക്കെ ഇതിൽ നിന്ന് എടുത്താണ്, അതൊന്ന് സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം പറയാണ് ഇത് ഞാൻ എടുത്തു തരാം, പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്, ഇതേണക്കത്തെ ഒരു വാൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നിങ്ങൾ എനിക്കൊരു വാൾ എടുത്തുകൊണ്ട് തരണമെന്ന് പറയും. അതെ, എനിക്കൊരു വാൾ വേണം, അത് ഇവിടെ അകലായിട്ടുള്ളത്, അത് തേടിപ്പോയ എൻ്റെ ഒരു മകളുമുണ്ട്, അവളുടെ പേരാണ് ചീച്ചി, അവളെയും കൂടെ നീ കണ്ടുപിടിച്ചുകൊണ്ട് തരണം, എന്നാൽ നിനക്ക് ഈ കൊട്ടാരത്തിലുള്ള ആ വാൾ ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറയും. എന്നിട്ട് ആ ചീച്ചി പെണ്ണിൻ്റെ ഒരു ഫോട്ടോയും കൂടെ എടുത്ത് നോക്കും. അപ്പോഴാണ് അത്ഭുതപ്പെടുന്നത്, അത് നേരത്തെ ആ ഹാംസം വില്ല അടിച്ച ആ ഒരു പെണ്ണായിരുന്നു. അപ്പോൾ ഇതായിട്ട് ശേഷം ഊലം പറയുന്നുണ്ട് അതങ്ങ് സമ്മതിച്ചേക്കെന്ന് പറയുന്നുണ്ട്. അപ്പം ഗോകു പറയുന്നുണ്ട് ശരി, ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡ്രാഗൺ ബോൾ എടുത്ത് വെച്ചോന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കയറി പോവാണ്. അപ്പം തന്നെ ഹാംസം വില്ല അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കാറും തിരിച്ച് ഓടിപ്പോവാണ്. എന്നിട്ട് ആ ഒരു കൊച്ചിനെ ഇടിച്ചിട്ട് അടുത്ത് പോയതിന് ശേഷം അവളെ എടുത്തതിന് ശേഷം പറയും ചീച്ചി എനിക്ക് ചീച്ചി എന്ന് പറഞ്ഞ് ആറ്റി ഇങ്ങിട്ടോണ്ടിരിക്കുകയാണ്. അപ്പം ചീച്ച അവിടെ എണീച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് ആരാണ് നിങ്ങൾ എന്ന് നോക്കിയാണ്. അപ്പം തന്നെ പറയുന്നത് ഒരാളാണ്, നിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി നിൻ്റെ അച്ഛനെ അയച്ചത്, എനിക്ക് നിന്നെ കുറേ നാളായിട്ട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ചീച്ച പറയുന്നുണ്ട് എന്ത് നിനക്ക് എന്നെ ഇഷ്ടമാണെന്നോ, ഞാൻ വലിയ ഉച്ചായി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചാടുവാണ്. അല്ല ഇപ്പരല്ല, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചിന്തിക്കാം. ഞാൻ കരിക്കിടന്ന് ഇടകൊലുപ്പാന്നല്ലോ തലയെടുത്ത് വെച്ചെന്ന് വില്ലനും. ആ കൊച്ചാണെങ്കിൽ അവിടെ കിടന്ന് പങ്കര ആഘോഷം, എനിക്കൊരു കൊച്ചിനെ കിട്ടി, ചെറുക്കനെ കിട്ടിയെന്ന് പറയും. അപ്പം തന്നെ ഗോകു ഇന്നുകൊണ്ടുകൊണ്ട് ആ ഹാംസം വില്ല അവിടെ നിന്ന് പോവാണ്. അപ്പം ഗോകു അവിടെ വന്നിരിക്കാൻ നീയാന്നോ ചീച്ചി, നിന്നെ കണ്ടിട്ട് ആ പടത്തിലുള്ളവളെ പോലെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ എന്നിട്ട് നീ ആരാ ഇപ്പം വന്നിരിക്കുന്ന, എന്നെ നിങ്ങളെ അച്ഛൻ ഒരു പ്രത്യേക മിഷീനായിട്ട് അയച്ചതാ, നിങ്ങളിപ്പോൾ ഈ ക്ലൗഡിനകത്തോട്ട് നല്ല മനസ്സുണ്ടെങ്കിൽ കയറാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ അവൾ കയറാൻ നോക്കിയിട്ട് അത് ഭയങ്കര ഉയരത്തിലായതുകൊണ്ട് കയറാനൊന്നും പറ്റുന്നില്ല. അവൻ പെട്ടെന്ന് എന്തോ ചെയ്യുമെന്ന് വെച്ചാൽ കൈ കണ്ടത് അവിടെ ഗോകുവിൻ്റെ വാല, അത് പിടിച്ച് വലിച്ചങ്ങ് കയറുവാണ്. അപ്പോൾ തന്നെ ഗോകു ഒരു സമയത്തേക്ക് ഫ്രീസ് ആവുകയാണ്. അതിനുശേഷം പറയണം എൻ്റെ വാല് നീ എന്തോത്തിനെ പിടിച്ച് വലിച്ചാൽ, ആ വാല് പിടിച്ച് വലിച്ചാൽ എൻ്റെ പവേഴ്സൊക്കെ 1 മിനിറ്റത്തേക്ക് ഫ്രീസായി പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം ചേച്ചി പറയണം അയ്യോ സോറി, ഞാൻ ഇനി വാല് പിടിച്ച് വലിക്കത്തില്ല. അപ്പം തന്നെ ഹാംസം പോയി ഇത് ദൂരെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വാലാണ് അവൻ്റെ വീക്ക്നെസ്. എനിക്കിനി അവനെ ഈസിയായിട്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റും, അവനെ തോൽപ്പിക്കാൻ ഇത് തന്നെ ഒരു വഴി, അവൻ്റെ വാല് ഞാൻ വെട്ടിക്കളയും ഒരു ടൂള് വീശെന്ന് പറയും. അതിനുശേഷം എന്താ ഞാൻ പോകുന്ന വഴിക്ക് റോഷിയുടെ അടുത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത്, റോഷി മാസ്റ്ററിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഒരു മീനിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് റോഷി മുത്തശ്ശൻ്റെ വഴി. അപ്പം തന്നെ അവർ കറങ്ങി തിരിഞ്ഞ് റോഷി മുത്തശ്ശൻ്റെ വീട്ടിൽ എത്തുന്നു. റോഷി മുത്തശ്ശന് ഗോകുവിനെ കണ്ടതും നല്ല ഹാപ്പി. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് ചാനൽ.